റാണിയില്ലാത്ത ഒരു കൂടാണ്. ഇങ്ങനെ നമ്മൾ ഒന്ന് കടിച്ചു. ഞാൻ അറിയാതെ ഞെക്കിയതാണ്. ഗ്രീൻ വ്ലോഗ്സ് ഇന്ന് ഈ കൂട് നോക്കിയാണ്. ഇതിൽ നേരത്തെ റാണി ഉണ്ടായിരുന്നതാണ്. ഇത് റാണി എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ഇതിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം, എങ്ങനെ ലൈവ് ആക്കാം, പുതിയൊരു കൂടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹണി സീസണിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സെറ്റ് പിരിഞ്ഞു പോകും. ആ ആണീച്ചകളുടെ എണ്ണം കൂടുതലായാൽ ഉറപ്പായിട്ടും ഈ റാണി ഒരു പകുതി ഈച്ചകൊണ്ട് പോകും. അങ്ങനെ പകുതി ഈച്ചകൊണ്ട് പോയ ഒരവസ്ഥയാണിത്. നല്ലപോലെ ഉണ്ടായിരുന്നതാണ്. ഈയിടെ അടുത്ത കാലത്ത് ഞാൻ മേടിച്ചത്. അത് സെറ്റ് പിരിഞ്ഞ് പോയി ഈ അവസ്ഥയിൽ. ഇനി നമുക്ക് ഈ അവസ്ഥ ഒന്ന് നോക്കാം. ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അന്ന് കൂടെ നമ്മൾ എപ്പോഴും ആഴ്ചയിൽ 10 ദിവസം ഒരിക്കലെങ്കിലും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ വൻതേനീച്ച കൂടെ ഒരു വിജയമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നോക്കാം. അതൊന്ന് ഈ ഒരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ മതി, മാറിക്കുള്ളൂ. നമുക്കിത് റാണി കൊണ്ടതുകൊണ്ട് കണ്ടോ, 2-3 കൂട്ടിൽ ഇത് പോയി. എന്നിട്ട് പഴയ അടകൾ മാത്രമേ ഉള്ളൂ, കറുത്ത അടകൾ. അപ്പോൾ ഈ അടകളെ മാറ്റി നമ്മൾ പുതിയൊരു അടയെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ലൈവായിട്ട് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, കറുത്ത അടകളാണ്. റാണീൻ്റെ അതില്ല. ഞാൻ ഇവിടെ നല്ലപോലെ പരിശോധിച്ച് നോക്കിയിരുന്നു. കറുത്ത അടകളാണ്. റാണി മുട്ടയിട്ടിട്ടില്ല. റാണി ഇതിൽ നിന്ന് പിരിഞ്ഞു പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. ഇല്ല, റാണിമുട്ടയില്ല. ഈ അട ഇനി അടുത്ത കാലത്ത് വേറൊരു കൂട്ടിൽ നിന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. ഇത് ശരിയായില്ല. ഇത് കട്ട് ചെയ്ത് ചേർന്നല്ലായിരുന്നു. ഞാൻ കളയണം. കൂട്ടിൽ നിന്ന് നല്ലൊരു എല്ലാ പൂമ്പൊടിയും മുട്ടയും നൂൽപ്പുഴുമൊക്കെയുള്ള ഒരു മുട്ടയെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇതിൻ്റെ അകത്തെ റാണിയും പകുതി ഈച്ചകളും വിട്ടുപോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് പുതിയ അട നടുക്കൂട്ട് ഇടുകയാണ്. പിന്നെ വേറെ അടയോട് ഇട്ട് കൊടുക്കും. ഈ തേനീച്ചക്കൂടിൽ നിന്ന് നമ്മൾ ഒരു അടയെ മുട്ടയും പുഴുവും അതുപോലെ തേനീച്ചയും കൂടി കൂട്ടി നമ്മുടെ പഴയ കൂട്ടിലേക്ക് വെക്കാൻ പോവാണ്. അപ്പം പഴയ കൂട് ഓക്കെ ആകും. ഇതിനെ നമ്മൾ പുതിയ കൂട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. ഇല്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതിൽ റാണി ഉണ്ടോ നോക്കിയിട്ട് റാണിയെ നമ്മൾ ഇതിലേക്ക് മാറ്റും. റാണി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ പുതിയ കൂട്ടിലേക്ക് ഇടാവുള്ളൂ. ഈ റാട്ടിനെ നമ്മൾ കൊണ്ടുപോവുകയാണ്, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അന്ന് കണ്ടോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പയ്യെ കൊണ്ടു സാവകാശം. കൂട്ടിലേക്ക് ഇടുകയാണ്. പൗഡർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പൗഡർ ഉണ്ടോ? കൂട്ടിലിട്ടേക്കുക പൗഡർ ഇടുന്ന കാണിക്കാം. ഇതുണ്ട്, പിന്നെ കുറേശ്ശെ ഇടുക. മതിയോ? ഞാൻ ഇട്ടേക്കട്ടെ.
ഉണ്ടല്ലേ. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. മുളകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ കഴിക്കണോ വേണ്ട, നമ്മൾ അടച്ചു വെക്കുന്നു. അത് പറഞ്ഞു പന്നയായിട്ടുള്ള അടകൾ നമ്മൾ എടുത്തു മാറ്റുന്നു. ഇത് നല്ല അടയല്ല, കറുത്ത അടയാണ്. ഇടേണ്ട ആവശ്യമില്ല. കൂടിൻ്റെ ആവശ്യം നമ്മൾ 2 കാലിഫ്ലൈയും കൂടി ഇടാൻ പോകുന്നു. കത്തിക്കോട്ടെ. ഓക്കെ. ഇനി നമ്മൾ ഒരു 7-8 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക. പുതിയ റാണിസിൽ ഉണ്ടാക്കും. അതിൽ ഏറ്റവും നല്ല താവോട്ട് നിൽക്കുന്ന ഒരു റാണിസിൽ മാത്രം നിർത്തിയിട്ട് ബാക്കി റാണിസിൽ കളയുക, കട്ട് ചെയ്ത് കളയുക. ഒരു സ്ഥിരം മാത്രം നിർത്തിയാൽ മതി. അപ്പോൾ ഈ കൂട് ശക്തിയായിട്ട് ആയിക്കോളും, റാണിസിൽ ഉണ്ടായിക്കോളും, ഓക്കെ ആയിക്കോളും. നമ്മൾ അടച്ചു വെക്കുന്നു.